نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അങ്ങനെ ജീവിക്കുവാൻ പരമകാരുണികനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ വിട്ടുപുറത്ത് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആദരവിൻ്റെയും അങ്ങേയറ്റത്തെ അള്ളാഹുവിൻ്റെ കരുണയായ സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഇഷ്ടജനങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, റമദാൻ കഴിഞ്ഞു, ശവ്വാൽ കഴിഞ്ഞു, ദുൽഖഅദ് 16-ാം തീയതിയിലേക്ക് എത്തിയിരിക്കുകയാണ് നാം. റമദാനിന്റെ ഒന്നാമത്തെ പുലരിയിൽ ആകാശത്ത് നിന്ന് ഒരു അശരീരി ഇങ്ങനെ വിളിച്ചു പറയും. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ്, ഇദാ കാനത് അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ സുഫിദത്തിശ് ശയാത്തീൻ വമറദത്തിൽ ജിൻ വഗുല്ലിഖത് അബ്വാബുൻ നാരി ഫലം യഫ്തഹ് മിൻഹാ ബാബുൻ വഫുതിഹത് അബ്വാബുൽ ജന്നത്ത് ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ വനാദാ മുനാദിൻ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ യാ ബാഗിയശ് ശർ അക്തിർ വലില്ലാഹി ഉതഖാഉ മിനൻ നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ. 3
റമദാനിൽ മാത്രമുള്ള 3 ഓഫറുകളെ കുറിച്ചാണ് ഈ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസ് സഹീഹാണെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് 3 ഓഫർ? റമദാനിൽ മാത്രമുള്ള 3 ഓഫറുകൾ. 1, ഒല്ലിക്കത്ത് അബ്വാബിൻ നാർ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, ഒരൊറ്റ വാതിലുകൾ പോലും തുറക്കില്ല എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ വാതിലുകൾ അടച്ചിടും. മാത്രമല്ല സുഫിദത്ത് ഷയാത്തീൻ വ മറദ്ദത്തിൽ ജിന്ന്, ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് പിശാചുക്കളെ മുഴുവൻ കെട്ടിയിടും, ബന്ധിക്കും. മർദ്ദത്തിൽ ജിന്ന്, ജിന്നുകളെയും. നമ്മുടെ വിഷയം എന്നതാണ് പിശാച്. അപ്പോൾ റമദാനിലെ ഒന്നാമത്തെ ഓഫർ പിശാചുക്കളെ റമദാൻ മാസം മുഴുവനും ബന്ധിക്കും, ജിന്നുകളെയും. മാത്രമല്ല മറ്റൊരു ഓഫർ നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. മൂന്നാമത്തെ ഓഫർ വഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുവനും മലർക്കെ തുറക്കപ്പെടും. ഈ 3 ഓഫറുകൾ റമദാനിൽ മാത്രമായിട്ടുള്ളതാണ്. നമുക്കറിയാം സത്യവിശ്വാസികളായ എല്ലാവരും പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൽ കൂടുതൽ ഉന്മേഷത്തോടും ആഹ്ലാദത്തോടും അങ്ങേയറ്റം അവരുടെ കഴിവുകൾക്കനുസരിച്ച് അമലുകൾ ചെയ്യുവാൻ ധൃതി കൂട്ടുന്നവരാണ്. പാതിരാവിന്റെ നിശബ്ദതകളിൽ എഴുന്നേറ്റ് നിന്നവര് ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, പകല് നോമ്പനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ടതെല്ലാം അള്ളാഹുവിന് വേണ്ടി അവർ വർജിക്കുന്നു. അള്ളാഹുവിന്റെയും റസൂലിന്റെയും തിരുസുന്നത്ത് പിൻപറ്റിക്കൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കുറിച്ച് അവർ അള്ളാഹുവിനോട് പശ്ചാത്താപം ചെയ്യുന്നു. റമദാനിൽ മാത്രമുള്ള ഒരു 3 ഓഫറുകളാണ്. ആദ്യം പറഞ്ഞത് പിശാചുക്കളെ ബന്ധിക്കുമെന്നാണ്. എന്തുകൊണ്ടാണ് പിശാചുക്കളെ റമദാനിൽ അള്ളാഹു ബന്ധിക്കും എന്ന് പറഞ്ഞതിനെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പിശാച് നമ്മുടെ ജീവിതവുമായി അത്രയേറെ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു നന്മകളിലേക്കും നാം ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും ചെയ്യാൻ പോകുമ്പോഴും എല്ലാം പിശാച് തടസ്സവുമായി കടന്നു വരും. ജീവിതത്തിന്റെ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനുഷ്യരക്തം എവിടെയെല്ലാം ഒഴുകുന്നുവോ, ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുവോ അവിടെയെല്ലാം പിശാചുണ്ട്. അങ്ങനെയുള്ള പിശാചിനെയാണ് റമദാനിൽ ബന്ധിച്ച് നമുക്ക് കർമ്മങ്ങളുടെ പരിപൂർണതയിലേക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു. ആ പിശാചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി ഹദീസിന്റെ ബാക്കിയിൽ പറഞ്ഞിട്ടുണ്ട്. വനാദ മുനാദി, ഒരു അശരീരി എല്ലാ റമദാനിന്റെ എല്ലാ പുലരികളിലും ഇങ്ങനെ വിളിച്ചു പറയും. എന്താണ്? യാ ബാഗിയൽ ഖൈർ, നന്മ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവരെ അക്ബിൽ, നിങ്ങൾ മുന്നോട്ട് കടന്നു വരിക. നന്മയുടെ ഒരു തരിമ്പെങ്കിലും ചെയ്യുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കടന്നു വരിക. വയാ ബാഗിയ ശർ, തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ അക്ഫിർ, നിങ്ങൾ പിന്നോട്ട് പോവുക. മുന്നോട്ട് കടന്നു വരാൻ പറഞ്ഞവര് നന്മ ചെയ്യുന്നവരാണ്, പിന്നോട്ട് മാറി നിൽക്കാൻ പറഞ്ഞവര് തിന്മ ചെയ്യുന്നവരാണ്. അതിനർത്ഥം റമദാനിൽ പോലും പിശാചിനെ ബന്ധിച്ചിട്ട് പോലും നന്മയിലേക്ക് കടക്കുവാൻ മാത്രം ഹൃദയവിശാലത എത്താത്ത ആളുകൾ, അവര് നന്മയിൽ നിന്ന് ഒരു തരിമ്പെങ്കിലും മുൻകടക്കുവാൻ താല്പര്യമില്ല എങ്കിൽ അവർ പുറകിലേക്ക് പോയിക്കൊള്ളട്ടെ എന്ന് എല്ലാ ദിവസവും റമദാനിന്റെ പുലരിയിൽ അശരീരി ഉണ്ടാകും. മാത്രമല്ല വലില്ലാഹി ഉത്തഖാഉ മിനൻ നാർ, എല്ലാ ദിവസവും അള്ളാഹു പാപമോചനം ചെയ്യും. അള്ളാഹുവിനോട് കരഞ്ഞ് കേണപേക്ഷിച്ച് നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ അള്ളാഹു നരകവിമോചനം കൊടുക്കുകയും ചെയ്യും. വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നത് എല്ലാ റമദാനിന്റെ രാത്രികളിലുമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിഷയം റമദാനിൽ എന്തുകൊണ്ടാണ് അള്ളാഹു പിശാചുക്കളെ ബന്ധിക്കും, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കുകയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇബ്നുൽ ഖയ്യിം അലൈഹി റഹ്മ അദ്ദേഹത്തിന്റെ അൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ 7 കൂട്ടം ആളുകളെ കുറിച്ച്, ഇബ്ലീസ് ആളുകളെ കുറിച്ചല്ല, ഇബ്ലീസ് 7 വിധത്തിൽ മനുഷ്യരിലേക്ക് കടന്നു വരുമെന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്.
ഇബ്ലീസ് മനുഷ്യനായി ഒരുക്കി വെച്ചിട്ടുള്ള 7 കെണികളാണ് ഇന്ന് നമ്മുടെ വിഷയം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. ആരാണ് പിശാച്? എന്താണ് പിശാച്? പിശാചിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അല്ലാഹു പറയാണ്, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ, പിശാച് നിങ്ങളുടെ ശത്രുവാകുന്നു. ഫത്തഖിദൂഹു, അതിനാൽ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ, അദുവ്വൻ ശത്രുവായി തന്നെ ഗണിക്കണം. നിങ്ങളുടെ ശത്രുവാണ് പിശാച്, ആ പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണം. ഇനിയോ ഇന്നമാ യദ്ഉ ഹിസ്ബഹു, അവൻ തന്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത് ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവർ നരകാവകാശികളുടെ കൂട്ടത്തിലാവാൻ വേണ്ടി മാത്രമാണ്. റമദാനിൽ നമ്മുടെ റസൂല് പറഞ്ഞിരിക്കുകയാണ്, നരകത്തിന്റെ വാതിലുകൾ ബന്ധിക്കപ്പെടും, പിശാചുകളെ കെട്ടിയിടും. ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു പറയുന്നത് സ്വർഗവാതിലുകൾ തുറക്കപ്പെടുമെന്നാണ്. ആ പിശാചിനെ കെട്ടിയിടാനും നരകത്തിന്റെ വാതിലുകൾ അടച്ചിടാനുള്ള കാരണത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പിശാചിനെ സൂക്ഷിക്കുക, പിശാച് നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാണ്. ആ ശത്രുവിനെ എങ്ങനെയാണ് നിങ്ങൾ കൂട്ടുകാരായിട്ട് എടുക്കുന്നത്? അങ്ങനെ കൂട്ടുകാരായിട്ട് എടുക്കണമെങ്കിൽ പിശാച് നരകത്തിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാനി വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. സത്യവിശ്വാസികളെ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത്. വല്ലവനും പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്ന പക്ഷം തീർച്ചയായും പിശാച് കൽപ്പിക്കുന്നത് നീചവൃത്തിയും ദുരാചാരവും ചെയ്യാനായിരിക്കും. പിശാച് നമ്മുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, നിങ്ങൾ പിശാചിനെ പിൻപറ്റുകയോ പിന്തുടരുകയോ ചെയ്യരുത്. കാരണം പിശാച് നമ്മളെ നയിക്കുന്നത് മോശം പ്രവർത്തികളിലേക്കും ദുരാചാരം ചെയ്യുവാനുമായിരിക്കും. അതുകൊണ്ട് പിശാചിനെ സൂക്ഷിക്കണം. സ്വാഭാവികമായി നമുക്കൊരു സംശയമുണ്ടാകും, എന്തെന്നാണത്? ആരാണ് പിശാച് അല്ലെങ്കിൽ ഇബ്ലീസ്, ഷൈത്താൻ, ലൂസിഫർ എന്നൊക്കെ പറയുന്നത് ആരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? പിശാചിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു, എങ്കിൽ ആരാണ് പിശാച് എന്നൊരു സംശയം സ്വാഭാവികമായി നമുക്കുണ്ടാകും. അതിനൊരു ഉത്തരം ഇതാണ്, പിശാച് ജിന്നുവർഗത്തിൽപ്പെട്ടവനാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിന് തെളിവായിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ كَانَ مِنَ الْجِنِّ. ഈ ആയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഇന്നും പാരായണം ചെയ്തിട്ടുണ്ട്. ആ സൂറത്തുൽ കഹ്ഫിലെ ഒരായത്താണ്, 50-ാമത്തെ ആയത്താണ്. എന്താണ് അതിന്റെ ആയത്തിന്റെ അർത്ഥം? പിശാച് നാം മലക്കുകളോട് നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവാൻ പറഞ്ഞ സന്ദർഭം ഓർക്കുക. ആ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, പക്ഷേ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. എന്താണ് ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരുന്നുള്ള കാരണം എന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. പക്ഷേ ഇബ്ലീസ് ആരിൽപ്പെട്ടവരാണ്? അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു. ആദം അലൈഹിസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. അള്ളാഹു മനുഷ്യരെ വർഗത്തെ സൃഷ്ടിക്കുമെന്ന് മലക്കുകളോട് കൂടിയാലോചിച്ചപ്പോൾ തന്നെ പല അഭിപ്രായങ്ങൾ വന്ന കൂട്ടത്തിൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ് മനുഷ്യരെന്ന് പറഞ്ഞ് അതിൽ പല അഭിപ്രായങ്ങളും വന്നു. അതിന് ആ സംഭവം ഒരുപാട് വിശദീകരിക്കണം. ആ സന്ദർഭത്തിൽ അങ്ങനെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ സമയത്ത് ആ ഉത്കൃഷ്ടനായ ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമയെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും ആദമിന് എല്ലാ വിജ്ഞാനങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ആ മലായിക്കത്തുകളുടെയും ജിന്നുകളുടെയും കാൾ അറിവ് ഉള്ള ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്ന് അവരെ പഠിപ്പിച്ചതിന് ശേഷം അവർക്ക് സുജൂദ് ചെയ്യുവാൻ, ആദം നബി അലൈഹിസ്സലാമയ്ക്ക് സുജൂദ് ചെയ്യുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചപ്പോൾ എല്ലാവരും സുജൂദ് ചെയ്തില്ല, ഇബ്ലീസ് ഒഴികെ. എന്തുകൊണ്ടാണ് ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരുന്നതിനെ കുറിച്ച് വേറെ ഒരു സ്ഥലത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്.
ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ആരാണ് ഇബ്ലീസ്, അല്ലെങ്കിൽ ആരാണ് പിശാച്, ആരാണ് ശൈത്താൻ, ലൂസിഫർ എന്ന് പറയുന്ന ആരാണ് എന്നതാണ്. വകാന ജിൻ, ആരാണ് ലൂസിഫർ? പിശാച് ആരാണ്? ജിന്ന് വർഗത്തിൽപ്പെട്ടതാണ് എന്ന് ഖുർആൻ പറഞ്ഞു. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. ഈ ആയത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? തീയിൽ, പുകയില്ലാത്ത ജ്വാലയിൽ നിന്ന് ജിന്നിനെ അവൻ സൃഷ്ടിച്ചു. ഖുർആനിലെ 55-ാമത്തെ സൂറത്തിലെ 15-ാമത്തെ ആയത്താണ്. നമ്മൾ ആ സൂറത്ത് പലപ്പോഴും കേട്ടിട്ടുണ്ട്, സൂറത്ത് റഹ്മാൻ. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ, തീയിന്റെ പുകയില്ലാത്ത ജ്വാലയിൽ നിന്നാണ് ജിന്നിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പഠിപ്പിച്ചു. അപ്പൊ ആരാണ് ജിന്ന്, ആരാണ് പിശാച് അല്ലെങ്കിൽ ഇബ്ലീസ് അല്ലെങ്കിൽ ശൈത്താൻ എന്ന് പറയുന്നത്? ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂരിൻ വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ വഖുലിഖ ആദമു മിമ്മാ വുസിഫ ലക്കും. ആയിഷ ബീവി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടാണ്, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് കത്തിജ്വലിക്കുന്ന അഗ്നി കൊണ്ടാണ്, ആദം സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളോട് വിവരിക്കപ്പെട്ട വസ്തു, അതായത് മണ്ണിൽ നിന്ന്, അതിൽ കളിമണ്ണ് കണ്ട് കൊട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്നാണ് ആദമും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയും. ഈ ഹദീസ് പറയാൻ കാര്യം, മലക്കുകളും ജിന്നുകളും മനുഷ്യരും എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് സാമാന്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി എന്തുകൊണ്ടാണ് പിശാച് വെറുക്കപ്പെട്ടവനായത്? മനുഷ്യനോട് പിശാചിന് ശത്രുത വരാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ പിശാചിന്റെ കാലടികളെ പിന്തുടരുത്? പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്, പിശാചിനെ നിങ്ങൾ സൂക്ഷിക്കണം. നരകവാതിലുകൾ കൊട്ടിയടക്കുകയും പിശാചിനെ ബന്ധിക്കപ്പെടുകയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന റമദാനിൽ മാത്രം ഓഫറുകൾ തരാൻ മാത്രം ഇത്രയും ഭീകരനായ ഒരു പിശാച് എന്ന രൂപത്തിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പിശാച് ആരാണ്? പിശാച് അള്ളാഹു ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാമെ സൃഷ്ടിച്ച വേളയിൽ മലക്കുകളോടും അവരോടൊപ്പം സഹവസിച്ചിരുന്ന ജിന്നുവർഗത്തിൽപ്പെട്ട ഇബ്ലീസിനോടും സുജൂദ് ചെയ്യുവാൻ കൽപ്പിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ ആദമിന് സുജൂദ് ചെയ്തു. എങ്കിലും മലക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇബ്ലീസ് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തില്ല. അവൻ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു. അപ്പൊ മനുഷ്യർക്ക് സുജൂദ് ചെയ്യുവാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ കൽപ്പനയെ ഇബ്ലീസ് അനുസരിച്ചില്ല. അബാ വസ്തക്ബറ എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്താണ്? വിസമ്മതിച്ചു എന്ന് മാത്രമല്ല, അഹങ്കരിക്കുകയൂടി ചെയ്തു. അത് എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് പഠിക്കാം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പ്രണമിച്ചു. ഇബ്ലീസ് ഒഴികെ അവൻ പ്രണമിക്കുന്നതിന് വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽ പെട്ടവനായിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇബ്ലീസ് ചെയ്തത്. ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു. മറ്റൊന്ന്, ഞാൻ വലിയ ഒരു സംഭവമാണ്, ആളാണ് എന്ന നിലക്ക് അഹങ്കരിക്കുകയും ചെയ്തു. എന്താണ് ഇബ്ലീസിന്റെ ഉള്ളിലുണ്ടായ ചിന്ത? താൻ ആദമിനേക്കാൾ ഉന്നതനാണെന്ന ചിന്തയാണ് ആദമിന് സുജൂദ് ചെയ്യൽ നിന്ന് ഇബ്ലീസിനെ തടഞ്ഞത്. ആദം മനുഷ്യനാണ്, മനുഷ്യനേക്കാൾ ഉന്നതനാണ് എന്ന ഒരു ചിന്ത ഇബ്ലീസിന്റെ മനസ്സിലുണ്ടായപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്തു? സുജൂദ് ചെയ്തില്ല. അപ്പൊ ഇബ്ലീസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. അല്ലാഹു ഇബ്ലീസിനോട് ചോദിച്ചു, ഞാൻ നിന്നോട്
ആദമിന് സുജൂദ് ചെയ്യാതെ ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കുവാൻ നിനക്കെന്താണ് തടസ്സം? ഇബ്ലീസ് പറഞ്ഞു, ഞാൻ അവനേക്കാൾ, അതായത് ആദമിനേക്കാൾ ഉത്തമനാകുന്നു. എന്നെ നീ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അവനെ നീ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നുകൊണ്ടുമാണ്. ഇതാണ് മനുഷ്യവർഗത്തോട് ഇബ്ലീസിന് ശത്രുതയുണ്ടാകാനുള്ള കാരണം. അങ്ങനെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇബ്ലീസ് എന്തായിത്തീർന്നു? ആദമിന് സുജൂദ് ചെയ്യാത്തത് കൊണ്ട് ഇബ്ലീസ് നിന്ദ്യനായി തീർന്നു. മാത്രമല്ല, കാല ഫഖ്റുജു മിൻഹാ ഫഇന്നക റജീം വഇന്ന അലൈകൽ ലഅനത ഇലാ യൗമിദ്ദീൻ. അല്ലാഹു പറഞ്ഞു, നീ ഇവിടെ നിന്ന് പുറത്തു പോകണം. സ്വർഗത്തിലായിരുന്നു, അവിടെ നിന്ന് പുറത്തു പോകണം. തീർച്ചയായും നീ ആട്ടിയകറ്റപ്പെട്ടവനാണ്, റജീം, വെറുക്കപ്പെട്ടവനാണ്. തീർച്ചയായും അന്ത്യനാൾ, ന്യായവിധിയുടെ നാൾ വരെയും നിന്റെ മേല് എല്ലാവരുടെയും ശാപമുണ്ടായിരിക്കുന്നതാണ് എന്നും പറഞ്ഞു. ഇബ്ലീസ് സ്വർഗത്തിലായിരുന്നു, സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് സുജൂദ് ചെയ്തില്ല. അഹങ്കാരവും ഞാൻ വലിയൊരാളാണെന്നുള്ള ഭാവവും മൂലം സുജൂദ് ചെയ്യാനുള്ള കൽപ്പനയെ ധിക്കരിച്ചു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, പുറത്തു വയ്ക്കൂ, ഇനി ഇവിടെ നിൽക്കാൻ നീ യോഗ്യനല്ല, മാത്രമല്ല ലോകാവസാനം വരെയും നീ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് പറഞ്ഞു. ഇബ്ലീസ് അള്ളാഹുവിന്റെ അടുത്ത് ഒരു അപേക്ഷ നൽകുന്നുണ്ട്. എന്താണ് ആ അപേക്ഷ? മനുഷ്യവർഗം നിലനിൽക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക അവസാനം വരെ മനുഷ്യരെ വഞ്ചിക്കുവാനും വഴിപിഴപ്പിക്കുവാനും എനിക്ക് അവസരം നൽകണം എന്ന് ഇബ്ലീസ് അല്ലാഹുവിനോട് അപേക്ഷിച്ചു. ഖാല റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബഅസൂൻ ഖാല ഫഇന്നക മിനൽ മുൻദിരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. സൂറത്ത് സ്വാദിലെ 80, 79, 80, 81 ആയത്തുകളിൽ അല്ലാഹു ആ വിഷയം പറയുകയാണ്. ഇബ്ലീസിനെ പുറത്താക്കിയപ്പോൾ നീ നിന്ദ്യനാണ്, വെറുക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് നീ ഒരു കാര്യം ചെയ്തു തരണം. ലോക അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും വഴിപിഴപ്പിക്കുവാൻ, എന്റെ കൂടെ ചേർത്ത് നരകത്തിലേക്ക് ക്ഷണിക്കുവാൻ നീ എനിക്ക് അനുവാദം തരണമെന്ന് പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, ഓക്കെ, അനുവാദം തന്നിരിക്കുന്നു. എന്നുവരെ ഖിയാമത്ത് നാൾ വരെ നിനക്ക് ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ മനുഷ്യരെയും വഴിപിഴപ്പിക്കുവാനുള്ള സൗകര്യവും അനുമതിയും തന്നിരിക്കുന്നു എന്ന് ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് ചോദിച്ചു വാങ്ങിയാണ്. എന്താണ് ചോദിച്ചു വാങ്ങിയത്? ലോകത്തുള്ള ഞാൻ മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടത്, ഇനി ഉണ്ടാകാൻ പോകുന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന എല്ലാ മനുഷ്യരെയും നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ അതിനുള്ള എല്ലാ മാർഗങ്ങളും സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തരണമെന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുകയും ആ അപേക്ഷ അള്ളാഹു അംഗീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇതിലൊരു ട്വിസ്റ്റ് വരുന്നത്. കാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. അനുമതി കിട്ടിയപ്പോൾ പിശാചി അദ്ദേഹത്തിന്റെ നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇബ്ലീസ് പറഞ്ഞു, എന്റെ രക്ഷിതാവേ അല്ലാഹുവേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഭൂലോകത്ത് അവർക്ക് ഞാൻ ദുഷ്പ്രവർത്തികൾ അലങ്കൃതമായി തോന്നിക്കുകയും അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുകയും തീർച്ചയാണ് ഇക്കാര്യം. മനുഷ്യരെ മുഴുവനും വഴികേടിലാക്കി എന്റെ കൂടെ ഞാൻ ഏതായാലും നരകത്തിന് അവകാശിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കൂടെ എന്റെ സഹകാരികളായി അല്ലെങ്കിൽ സഖാക്കളായി ഭൂലോകത്ത് വരുന്ന അവസാന മനുഷ്യനെ വരെയും നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ എന്ത് ചെയ്യും? അവരെ ദുഷ്പ്രവർത്തികളിലേക്ക് ഞാൻ ഇങ്ങനെ നയിക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞു. قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഇബ്ലീസ് പറഞ്ഞു, നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവർ മനുഷ്യർ പ്രവേശിക്കുന്നത് ഞാൻ തടയാൻ ഞാൻ കാത്തിരിക്കും. എന്റെ കഴിവിന്റെ പരമാവധി ഓരോ മനുഷ്യരും നന്മയിലേക്ക് തിരിയുമ്പോൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഖുർആൻ ക്ലാസ് കേട്ട് സുബഹി നിസ്കരിക്കണം, ജമാഅത്തായി നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് കേട്ട് ജമാഅത്തിനായി ഒതു കൊടുക്കാൻ പോകുമ്പോൾ ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് നമസ്കരിക്കാം, ഇപ്പോഴേ എഴുന്നേക്കേണ്ട കാര്യമില്ല, 4:10, 4:15 ജമാഅത്ത് ഒരുപാട് സമയമുണ്ടെന്നെല്ലാം പറഞ്ഞ് മനുഷ്യന്റെ കാതുകളിൽ വന്ന് ഇബ്ലീസ്
നമ്മളെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ആ വിധത്തിൽ ഞാൻ അവരുടെ വലതു ഭാഗങ്ങളിലൂടെയും ഇടതു ഭാഗങ്ങളിലൂടെയും അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യുമെന്ന് ഇബ്ലീസ് പറഞ്ഞു. മാത്രമല്ല അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കാണുക. നീ ചെയ്തു കൊടുത്തിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് തന്നെ നിന്നെ എതിർക്കുന്നവരാക്കി തീർക്കുമെന്ന് ഇബ്ലീസ് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. വേറെ സ്ഥലത്ത് അല്ലാഹു ഖുർആൻ പറയാണ്, വല ഉദില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും ഫൽ യബത്തികുന്ന ആദാനൽ അൻആമി വല ആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹി വമൻ യത്തഖിദിശ് ശൈത്വാന വലിയൻ മിൻ ദൂനില്ലാഹി ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീനാ. പിശാച് പറയാണ്, ഞാൻ അവരെ വഴിപിഴപ്പിക്കുകയും വ്യാമോഹിപ്പിക്കുകയും ചെയ്യും. മോശം കാര്യങ്ങളൊക്കെ നന്നാക്കി കാണിക്കും. ഞാൻ അവരോട് കൽപ്പിക്കുമ്പോൾ അവർ കാലുകളുടെ കാതുകൾ കീറിമുറിക്കും. ചെയ്യാൻ പറയുന്ന എന്ത് കാര്യം ചെയ്യുമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഞാൻ അവരോട് കൽപ്പിക്കുമ്പോൾ അവർ അല്ലാഹുവിന്റെ സൃഷ്ടി പ്രകൃതി അലങ്കോലപ്പെടുത്തും. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വസ്ത്രധാരണ രീതികൾ, ആണുങ്ങളുടെ ഡ്രസ്സുകൾ പെണ്ണുങ്ങൾ ധരിക്കുന്നു. പെണ്ണുങ്ങളുടെ ഡ്രസ്സുകൾ തന്നെ നേരത്തെ മുട്ടിന് താഴെ ഉണ്ടായിരുന്നു, കയറി 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 പൊക്കിളിന്റെ മുകളിൽ വരെയൊക്കെ ആയിട്ട്. അപ്പോ എന്താ, ഈ പ്രകൃതിയുടെ ആ ഒരു നിയമങ്ങളെ അലങ്കോലപ്പെടുത്തും. മാത്രമല്ല വല്ലവനും അള്ളാഹുവിന് പുറമെ പിശാചിനെ രക്ഷാധികാരിയായി സ്വീകരിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ പ്രത്യക്ഷമായ നഷ്ടം പറ്റിയവനാകുന്നു. പിശാചിന്റെ കൂടെ കൂടിയവർക്ക് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അവരുടെ ബാലൻസ് ഷീറ്റ് എപ്പോഴും ലോസ് ആയിരിക്കും, പ്രോഫിറ്റ് അവർ കാണിക്കയില്ല. കാരണം അവരുടെ കൂട്ടുകാരൻ പിശാചാണ് എന്ന് ഖുർആൻ നമ്മളെ അടിക്കടി ഉണർത്തുകയും ഈ പിശാചിൽ നിന്ന് രക്ഷ നേടേണ്ടതിനെ കുറിച്ച് ഉണർത്തുകയും ചെയ്തു. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഇന്നത്തെ വിഷയം ഇബ്ലീസ് മനുഷ്യനായി ഒരുക്കി വെച്ചിട്ടുള്ള 7 കെണികൾ. ഈ 7 കെണികൾ വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കാം. അതിലൊന്നാമത്തെ കെണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഈ കാര്യങ്ങളെല്ലാം നിത്യജീവിതത്തിൽ നമ്മളെന്നല്ല, ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് ജനിക്കുന്ന അവസാനത്തെ മനുഷ്യന് വരെയും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊന്നും അതിൽ നിന്ന് വിട്ടുനിൽക്കില്ല. കാരണം നമ്മുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലും തട്ടിത്തെറിപ്പിച്ച് നരകത്തിലേക്ക് എത്തിക്കുക എന്ന് ഇബ്ലീസ് അള്ളാഹുമായി കരാറിൽ ഏർപ്പെടുകയും അള്ളാഹു അതിന് ഇബ്ലീസിന് അനുമതി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഓരോ മനുഷ്യരും സൂക്ഷിക്കേണ്ട 7 കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൽ നിന്നും അടർത്തിയെടുക്കലാണ്. എന്താണ് വിശ്വാസം? ശിർക്കിലേക്കും കുഫറിലേക്കും പ്രേരിപ്പിക്കുക, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരെ നമ്മളെ സഹായിക്കും, അവരോട് കൂടി ചേർന്ന് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പവും ഭംഗിയുള്ളതുമായി തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇബ്ലീസ് ആദ്യമായി ചെയ്യുന്ന ഷിർക്കിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹുവേ ഇല്ല, ദൈവമില്ല, ഈ ഭൂമി എങ്ങനെ ഉണ്ടായി, അവിടെ ഇങ്ങനെ വരുന്നു പോകുന്നു, ആ രൂപത്തിലേക്ക് ഷിർക്കിലേക്കും കുഫറിലേക്കും ആദ്യമേ തന്നെ പിശാചി മനുഷ്യരെല്ലാവരെയും നയിക്കും. ഹിദായത്ത് ലഭിച്ചവർ ഇതിൽ നിന്ന് രക്ഷപ്പെടും. കാരണം അള്ളാഹു നൽകുന്നതാണ് ഹിദായത്ത്. ഈ ഹിദായത്ത് ലഭിക്കാത്തവർ ആദ്യമേ തന്നെ ഒന്നാമത്തെ കാര്യം കൊണ്ട് തന്നെ പിശാചി വിജയിക്കും. ഷിർക്കിലേക്ക് പോകുന്നവർ, അത് വിശദീകരിക്കാൻ തന്നെ നമുക്കറിയാം. ആരൊക്കെയാണ് ഷിർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഷിർക്ക് എന്നത്, കുഫർ എന്താണ് എന്നുള്ളതും ഒട്ടും തന്നെ വിശദീകരിക്കാത്ത, അത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്, എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് രണ്ടാമത്തെ വിഷയമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇതിനൊരു വിശദീകരണമായിട്ട് പറഞ്ഞത്, മനുഷ്യരെ സ്വർഗത്തിൽ നിന്നും അകറ്റി നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പിശാച് അധ്വാനിക്കുന്നത്. പിശാച് എല്ലാ സമയത്തും ഈ ലോകത്ത് പിശാച് വെറുതെ ഇരിക്കല്, എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ്? മനുഷ്യരെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ കരുണാ കടാക്ഷങ്ങളിൽ നിന്ന് നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒന്നാമതായി പിശാച് മനുഷ്യരെ ക്ഷണിക്കുന്നത് ഷിർക്കിലേക്കും കുഫറിലേക്കും ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമതായിട്ട് ബിദ്അത്ത്. മതത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതത്തിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ബിദ്അത്തുകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. മറ്റു കുഫറും ഷിർക്കുമാരിയല്ല, ബിദ്അത്തിന് പ്രത്യേകത. ഒരാളെ ഇനിയിപ്പോ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും പിശാചിന് വഴിപിഴപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമതായിട്ട് പിശാച് സമീപിക്കുന്നത് ബിദ്അത്ത് ചെയ്യാനാണ്. പിശാച് മതത്തിൽ പുത്തനാചാരത്തിലേക്ക് നയിക്കൽ. ബിദ്അത്ത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതത്തിൽ പഠിപ്പിക്കാത്ത
കാര്യങ്ങൾ മനുഷ്യന്റെ വകയായി കടത്തിക്കൂട്ടലാണ്. അത് കേവല പാപങ്ങളെക്കാൾ ഗൗരവമേറിയാണ്. കാരണം പാപം എന്നതൊരു വ്യക്തിയിൽ നിക്ഷിപ്തമാണ്. എന്നാൽ മതത്തിലെ പുത്തൻ ആചാരം എന്നത് മതവിശ്വാസികളെ മൊത്തത്തിൽ വഴിതെറ്റിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ മാറ്റിമറിക്കലും കൂടിയാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഷിർക്കും കുഫറും തെറ്റാണ് എന്ന് അറിയാവുന്ന ഒരാൾക്ക് ബിദ്അത്ത് തെറ്റാണെന്ന് അറിയില്ല, അത് നല്ലതാണെന്ന രൂപത്തിലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും തൗബ ചെയ്യും ആളുകൾ. പഠിച്ചോ, എന്റെ ഭാഗത്ത് നിന്ന് ഷിർക്ക് വന്നു, എന്റെ ഭാഗത്ത് നിന്ന് കുഫർ വന്നു, പക്ഷെ ഇന്നേ വരെ ഞാൻ ചെയ്യുന്ന ബിദ്അത്തിൽ നിന്ന് എനിക്ക് നീ പുറത്തു തരണമേ എന്ന് ഒരാളും പ്രാർത്ഥിക്കും. കാരണം ബിദ്അത്ത് ചെയ്യുന്നത് നല്ല കാര്യമാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണെന്ന രൂപത്തിലായതുകൊണ്ട് തൗബ പോലും ചെയ്യാത്ത അങ്ങേയറ്റത്തെ വമ്പിച്ച കുറ്റങ്ങളിൽപ്പെട്ട ഒന്നാണ് ബിദ്അത്ത് എന്നത്. അപ്പൊ പിശാച് ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും ആളുകളെ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ രണ്ടാമത്തെ കാര്യമായിട്ട് ചെയ്യുന്നത് ബിദ്അത്ത് ചെയ്യിക്കുക എന്നതാണ്. ഇനി മൂന്നാമത്തത്, വൻ ദോഷങ്ങളും പാപങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കും. അപ്പൊ എന്താണത്? ഈ വൻ ദോഷവും പാപങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ബിദ്അത്തിലേക്ക്, അതായത് കുഫറിലേക്കും ഷിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഒരു സത്യവിശ്വാസിയെ ക്ഷണിച്ചിട്ട് അതൊന്നും ചെയ്യാതെ അയാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു, അള്ളാഹുവിന്റെ പാശത്തിൽ ബന്ധിതനായി നിൽക്കുന്നു. ബിദ്അത്തിലേക്ക് ഒരു വിശ്വാസിയെ നയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിശാചിന്റെ അടുത്ത ശ്രമം മനുഷ്യനെ തിന്മയിലേക്കും വൻ പാപങ്ങളിലേക്കും കൊണ്ടുപോകലാണ്. വ്യഭിചാരം, കള്ളുകുടി, പലിശ, അതേപോലെയുള്ള വൻ പാപങ്ങളിലേക്ക് കുറേശ്ശെയായിട്ട് മനുഷ്യരെ പിശാച് കൂട്ടിക്കൊണ്ടുപോകും. നമുക്കറിയാം, കാറ് വാങ്ങുമ്പോൾ, വാഹനങ്ങൾ വാങ്ങുമ്പോൾ ലോൺ എടുക്കേണ്ടി വരും, പലിശ കൊടുക്കേണ്ടി വരും. അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കമ്പനിയുടെ ഗെറ്റ് ടുഗദറുകളിൽ കൊക്കക്കോളയോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളുകളുടെ കൂടെ നിന്ന് കുറെ ആളുകൾ ഹോട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്ന കൂട്ടത്തിൽ അല്പമാകാമെന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ പിശാച് കൂട്ടിക്കൊണ്ടു പോകുന്നു. കുറെ ആളുകൾ കൂടി നിന്ന് ടൂറുകൾ പോകുമ്പോൾ മറ്റു പല തിന്മകളിലേക്കും മനുഷ്യനെ പിശാച് കൂട്ടിക്കൊണ്ടു പോകുന്നു. വലിയ വലിയ പാപങ്ങളിലേക്കും കുറ്റങ്ങളിലേക്കും ദോഷങ്ങളിലേക്കുമെല്ലാം മനുഷ്യനെ മൂന്നാമതായിട്ട് പിശാച് കൂട്ടിക്കൊണ്ടു പോകും. ഇന്നമായ ഉമറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ. പിശാച് മനുഷ്യരെ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന എന്താണ്? ദുഷ്കൃത്യങ്ങളിലേക്കും നീചവൃത്തികളിലേക്കും ഏർപ്പെടുവാനാണ് പിശാച് നിങ്ങളോട് കൽപ്പിക്കുന്നത്. പിശാചിന്റെ പ്രേരണയാൽ സത്യവിശ്വാസികളല്ലാത്ത, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാത്ത ആളുകൾ തെറ്റുകളിലേക്ക് ചെറിയ ചെറിയ രൂപത്തിലേക്ക് വന്ന ഉറുമ്പ് അരിച്ചിറങ്ങുന്നത് പോലെ തെറ്റുകളിലേക്ക് പോകുമെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്വാനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. സത്യവിശ്വാസികളെ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. വല്ലവനും പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്ന പക്ഷം തീർച്ചയായും അവൻ പിശാച് കൽപ്പിക്കുന്നത് നീചവൃത്തിയും ദുരാചാരം ചെയ്യുവാനുമായിരിക്കും. അപ്പൊ പിശാചിനെ നിങ്ങൾ പിൻപറ്റി പോകരുത് എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി അടുത്തത്, നാലാമത്തേതായിട്ട് ചെറുദോഷങ്ങളും പാപങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കും. വൻ പാപങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ ഒരു പക്ഷേ മടിയുള്ളവരോട് ചെറിയ ചെറിയ പാപങ്ങൾ, അസൂയ, കുശുമ്പ്, ഉന്നായ്മ, ഇത്തരം പാപങ്ങളിലേക്കൊക്കെ മനുഷ്യനെ പിശാച് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോഴോ ഈ ചെറുപാപങ്ങൾ ഇങ്ങനെ കൂടി 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 വൻപാപങ്ങളെക്കാൾ വലിയ രൂപത്തിലായിരിക്കും നാളെ മഹ്ശറിലെത്തുമ്പോൾ നമ്മുടെ ഹിസാബ് കണക്ക് നോക്കുന്ന സമയത്ത് പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടാകുക. ഇനി അടുത്തത്, പ്രയോജനമില്ലാത്ത, അഞ്ചാമത്തതായിട്ട് പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ ഒഴുകുക. പ്രയോജനമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലമോ ചെയ്തില്ലെങ്കിൽ കുറ്റമോ ഇല്ലാത്ത കാര്യങ്ങൾ. ഉദാഹരണത്തിന് നമ്മുടെ ഫോൺ തന്നെയാണ്. നമ്മളിങ്ങനെ ഫോൺ രാവിലെ തോണ്ടിയിരിക്കും. സമയനഷ്ടം എന്നുള്ള ഒരു കുറവ് മാത്രമല്ല ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ഒരു ഖുർആൻ ഓതുന്നതിനോ ക്ലാസ്സുകൾ കേൾക്കുന്നതിനോ അല്ലാതെ അത്തരം കാര്യങ്ങൾക്കല്ലാതെ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ പ്രയോജനമില്ലാത്ത കാര്യങ്ങളിലേക്കാണ് പിശാച് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ വിഷയം ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. അഞ്ചാമത്തെ എന്താണ്? നന്മയും തിന്മയും ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് പിശാച് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. വെറുതെ കിടന്നുറക്കും.
രാവിലെയും പകലൊക്കെ ഉറങ്ങും. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യേണ്ട, ചിന്തിക്കേണ്ട, പ്രവർത്തിക്കേണ്ട, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ആ സമയത്തെല്ലാം വെറുതെ കിടന്നുറങ്ങാൻ വേണ്ടി പിശാച് പ്രേരിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു ഉപകാരം ഉപദ്രവമില്ലാത്ത കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കും. ഇനി ഏറ്റവും ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, വലിയ നന്മയിൽ നിന്നും ചെറിയ നന്മയിലേക്ക് തിരിച്ചുകൊള്ളും. ഒരു ഉദാഹരണത്തിന്, ജമാഅത്ത് നമസ്കാരത്തിനായിട്ട് പള്ളിയിൽ ബാങ്ക് വിളിക്കണ കേൾക്കുമ്പോൾ പള്ളിയിൽ പോകണമെന്ന് നമുക്കുണ്ടെങ്കിലും ആ സമയത്ത് ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ കണ്ട് അവിടെ ഇരുന്ന് വർത്താനം പറയും, അല്ലെങ്കിൽ ഫോണിൽ ഒരു കോള് വരും, അതല്ലെങ്കിൽ മറ്റു ദുനിയവിയായ കാര്യങ്ങളിൽ നമ്മുടെ പിശാച് കെട്ടിയിടും. അപ്പൊ ജമാഅത്ത് പോകും. ഇപ്പൊ നമ്മൾ വിചാരിക്കും വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാം, ഒറ്റക്ക് നിസ്കരിക്കാം, നിസ്കാരം എന്നാൽ കടമ നിർവഹിച്ചു. അവിടെ അപ്പോൾ വലിയ നന്മ എന്ന 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കി ഒറ്റ നന്മ ലഭിക്കുന്ന ഒറ്റക്ക് നമസ്കരിക്കുന്നതിലേക്ക് പിശാച് നമ്മളെ ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കും. നമ്മൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കും, ജമാഅത്തിന്റെ സമയം നമുക്കറിയാം, എന്നാലും നമ്മൾ അത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നത്, അതേപോലെ തന്നെ മറ്റു സുന്നത്തുകളായ കാര്യങ്ങൾ, വലിയ വലിയ നന്മകൾ. ഉദാഹരണത്തിന് സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രതിഫലത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഈ ലോകം അതിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും, ഈ ഭൂമിയും അതിലെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും പ്രതിഫലം അതിനുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജമാഅത്തിന് ചെല്ലുന്ന സമയത്താണെങ്കിൽ ജമാഅത്ത് തുടങ്ങി നമ്മൾ അത് ഒഴിവാക്കിക്കൊണ്ട് സുന്നത്തിന് പ്രാധാന്യം കൊടുക്കും, ഫർദിനെ നമ്മൾ ചിലപ്പോൾ നഷ്ടപ്പെടുത്തും. അപ്പോ വലിയ നന്മയിൽ നിന്നും ചെറിയ നന്മയിലേക്ക് പിശാച് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അത് നമ്മൾ അറിയാതെ നമ്മുടെ വലിയ വലിയ നന്മകളിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു 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 പോകും. സഹോദരിമാരെ, പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന 7ാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉപദ്രവങ്ങൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് നേരത്തെ സൂചിപ്പിച്ച വലിയ നന്മയിൽ നിന്ന് ചെറിയ നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ നിത്യവും നമ്മൾ കാണുന്ന സംഭവങ്ങളാണ്. അടുത്തത് 7ാമത്തേത് ഉപദ്രവങ്ങൾ. ഒരു മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ഏതുപോലെ ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകാൻ പറ്റിയില്ല, വിദേഹത്തിന് പരിശ്രമിച്ച് നടന്നില്ല, വൻ പാപങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് നടന്നില്ല, ചെറുദോഷങ്ങളും പാപങ്ങൾ ചെയ്യാൻ പറ്റിയിട്ട് നടന്നില്ല, പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം മുഴുകാൻ പറഞ്ഞിട്ട് നടന്നില്ല, പിന്നെയോ വലിയ നന്മയിൽ നിന്നും ചെറിയ നന്മയിലേക്കുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും നടന്നില്ല. അവസാനമായി പിന്നെ പിശാചിന്റെ ഏറ്റവും അവസാനത്തെ അടവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പിശാച് ചെയ്യുന്നത് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ഉപദ്രവങ്ങളാണ്. കുട്ടികൾക്കെന്നും അസുഖങ്ങൾ, നമുക്കെന്നും പ്രയാസങ്ങൾ, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, കുടുംബത്തിൽ പ്രശ്നങ്ങൾ, ഇതൊന്നുമില്ലെങ്കിൽ അയൽപക്കക്കാരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനി ഈ ഉപദ്രവങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത്, പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എങ്ങനെ എന്നുള്ളതാണ്. അതിനെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാൻ ശ്രമിക്കാം. കാരണം അതും വിശാലമായ വിഷയമാണ്. ഞാൻ സമയത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മുടെ വിഷയം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു വിശ്വാസി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിനും തടയുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിശാചിന്റെ അടുത്ത തന്ത്രം അവൻ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾ തകർക്കലാണ്. എന്താണ് ഈ സൽക്കർമ്മങ്ങൾ തകർക്കൽ എന്ന് പറഞ്ഞാൽ? അതിൽപ്പെട്ടതാണ് റിയാ. റിയാ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആ ആളെ കുറിച്ച് ഭയങ്കര നിസ്കാരക്കാരനാണ്, ഭയങ്കര സദക്ക ചെയ്യുന്ന ആളാണ്, ഭയങ്കര ഒരു സംഭവമാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾപ്പുളകം. അങ്ങനെ ഒരു ഉൾപ്പുളകം കിട്ടാൻ വേണ്ടി പിശാച് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം നമുക്ക് ഭംഗിയാക്കി കാണിച്ചത്. ഇനി ആളുകൾ പുകഴ്ത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിശാചിന്റെ ഉപദ്രവം മൂലം നമ്മളങ്ങനെ മാനസികമായി നമുക്കങ്ങനെ ഏതെങ്കിലും മനസ്സിന്റെ അങ്ങേ കോണിൽ, വിദൂരമായ ഏതെങ്കിലും ഒരു കോണിൽ
ആളുകൾ എന്ന് പുകഴ്ത്തിയിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെടുന്നു മാത്രമല്ല, പുകഴ്ത്തൽ മാത്രമായിരിക്കും നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ഈ പിശാചിന്റെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാം, ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ടാണ്. അത് നമ്മുടെ നമസ്കാരമാവട്ടെ, സക്കാത്താവട്ടെ, എന്തിന് വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്തൃ ബന്ധം തുടങ്ങുമ്പോൾ പോലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സംസാരിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവെ, ഞങ്ങളുടെ ഭരണാധികാരികളായിട്ട് നീ നിശ്ചയിക്കുന്ന ആളുകൾ ഞങ്ങളോട് കരുണയുള്ളവരെ നീ നിശ്ചയിക്കണമേ. ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നവരെയും ഞങ്ങളുടെ ദീനിൽ അടിയുറച്ച് ജീവിക്കുവാൻ സമ്മതിക്കാത്ത ആളുകളെയും ഞങ്ങളെ നീ ഭരണാധികാരികളാക്കരുത് തമ്പുരാനെ. ഞങ്ങൾ ജീവിക്കുന്ന ഈ നാട്ടിലും ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിലും ഞങ്ങൾക്ക് ഈമാനോടുകൂടിയും ഇസ്സത്തോടുകൂടിയും ജീവിക്കുവാൻ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉറ്റവർ, ഉടയവർ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മക്കൾ എല്ലാവർക്കും നീ കരുണ ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ, ബന്ധുക്കൾ, സ്നേഹിതർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീ ഹിദായത്ത് നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, സ്കൂളിൽ എന്തിന് UP സ്കൂൾ മുതൽ ഇപ്പോൾ കിട്ടുന്ന വാർത്തകളെല്ലാം അങ്ങേയറ്റം പേടിപ്പിക്കുന്ന വാർത്തകളാണ്. പുകവലിക്കുന്നു, കള്ളുകുടിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം മാരകമായ മയക്കുമരുന്നിനെ അടിപ്പെടുന്ന മക്കൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ ഇഷ്ടപ്പെട്ടവരുടെ മക്കളെയും അത്തരം തോന്നിവാസങ്ങളിൽ നിന്ന്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് നീ കൺകുളിർമയുള്ള മക്കളെ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഗുരുനാഥന്മാർക്ക്, ഞങ്ങളെ സ്നേഹിച്ചവർക്ക്, ഞങ്ങളെ സഹായിച്ചവർക്ക് എല്ലാവർക്കും നീ അനുഗ്രഹം ചെയ്യണമേ തമ്പുരാനെ. പടച്ചവനെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലസ്തീനിൽ ഉൾപ്പെടെ മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. ആ പീഡനങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ലോകത്തുള്ള എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ഞങ്ങൾക്ക് നീ നന്മകൾ ചെയ്യുവാൻ, കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുവാൻ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ആരോഗ്യവും ആഫിയത്ത് നൽകണം തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات يا رب العالمين. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. السلام عليكم ورحمة الله.